പക്ഷെ ഇന്നത്തെ CPM-ന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ജീർണിച്ച, പൂത്ത് ചീഞ്ഞഴിഞ്ഞ് പുഴുവരിച്ച ഗോവിന്ദൻ മാസ്റ്ററുടെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഏറ്റവും കൂടുതൽ അധപ്പതിച്ച ഒരു CPM നേതൃത്വമാണ് ഇന്ന് ഉള്ളത്. സജി ചെറിയാനെതിരെയും ഈ ആരിഫിനെതിരെയും ഈ നാസറിനെതിരെയും ഒക്കെ വലിയ തോതിൽ അടിത്തട്ടിൽ അസംതൃപ്തി തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഴിമതി വിരുദ്ധനും ആലപ്പുഴയിൽ പാർട്ടി കെട്ടിപ്പടുത്ത ആളുമായിട്ടുള്ള സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സ്വാഭാവികമായും ആ അസംതൃപ്തി മുഴുവൻ സുധാകരനോടൊപ്പം കൂടും. നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇനി വെറും 23 ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. നമ്മൾ പതിവ് പോലെ CPM-ന്റെ പ്രഹരങ്ങളെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഈ പയ്യന്നൂരും അമ്പലപ്പുഴയും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്. അതായത് CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകളാണ് കണ്ണൂരും ആലപ്പുഴയും. അവിടെയാണ് G. സുധാകരനും B. കുഞ്ഞികൃഷ്ണനും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇത് മൊത്തത്തിലുള്ള ആകെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളെ എങ്ങനെ ബാധിക്കും? ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട പലരും വിട്ടുപോയിട്ടുണ്ട്. എം വി രാഘവൻ വിട്ടുപോയിട്ടുണ്ട്, ഗൗരിയമ്മ വിട്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ അവർ മറികടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10-20 വർഷക്കാലം എടുത്ത് നമ്മൾ നോക്കിയാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ CPM നിൽക്കുമ്പോൾ CPM ഇത്ര ആഴത്തിലുള്ള ഒരു പ്രതിസന്ധി ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരിക്കലും അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കറിയാം 80കളുടെ മധ്യത്തിൽ രാഘവൻ പോയി. അത് കണ്ണൂർ ഉള്ള ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു. അത് 80-85 കാലഘട്ടത്തിലാണ് പോയത്. 85 കാലഘട്ടത്തിൽ രാഘവൻ പോയതിന് ശേഷം 87-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. രാഘവൻ പോയത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അതെ. കാരണം കണ്ണൂരത്തെ ഏറ്റവും ജനകീയനും ഏറ്റവും ശക്തനും CPM-ൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു രാഘവൻ. 85-ൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 87-ൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതിനുശേഷം പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് ഗൗരിയമ്മ പോയി. രാഘവൻ പോയതിനു ശേഷം രാഘവൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി UDF-ൻ്റെ കൂടെ ചേർന്നു. ഗൗരിയമ്മയും പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കി. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് CPM ഇപ്പോഴത്തെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ പ്രതിസന്ധിയെയും സുധാകരൻ്റെ പ്രതിസന്ധിയും ഒക്കെ നേരിടാൻ പോകും. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഘവൻ പോയത് ഒരു നയപ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മുസ്ലിം ലീഗുമായിട്ടുള്ള CPM-ന്റെ ബന്ധം, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ല, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ കാണണമെന്നുള്ളതായിരുന്നു CPM-ന്റെ അന്നത്തെ പ്രത്യയശാസ്ത്ര നിലപാട്. എന്നാൽ രാഘവൻ പറഞ്ഞത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയാണ് പ്രധാന ശത്രുവായി കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗുമായി കൈകോർക്കണം. ഇതായിരുന്നു രാഘവന്റെ പ്രത്യയശാസ്ത്ര നിലപാട്. ഗൗരിയമ്മ പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ കഴിഞ്ഞപ്പം അതിനകത്ത് വലിയ പ്രത്യയശാസ്ത്രവും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ഗൗരിയമ്മ CPM-ൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഗൗരിയമ്മ പരമ ദുർബലയായി. അതെ, ശാരീരികമായും ഒക്കെ പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയപരമായി ഒക്കെ തന്നെ ദുർബലയായി. പക്ഷെ ഇന്നത്തെ പാർട്ടി നേതൃത്വം പറയുന്നത് ഞങ്ങൾ രാഘവനെ മറികടന്നു, ഞങ്ങൾ ഗൗരിയമ്മയെ മറികടന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെയും മറികടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അടിസ്ഥാനപരമായി തന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് CPM-നകത്തുള്ള ജീർണതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞികൃഷ്ണനായാലും സുധാകരനായിരുന്നാലും അതെ. മറ്റത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ രാഘവനെയും ഗൗരിയമ്മയും എവിടെയും പ്രതിസന്ധി മറികടന്നത് പോലെ ഇതിനും മറികടക്കും എന്ന് പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് രാഘവൻ്റെ കാര്യം നമ്മൾ ആദ്യം എടുക്കുക. അതൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമായി. ആ പ്രത്യയശാസ്ത്ര പ്രശ്നത്തിൽ എങ്ങനെയാണ് CPM മറികടന്നത്? ആ പ്രത്യയശാസ്ത്ര പ്രശ്നത്തെ മറികടക്കാനായിട്ട് CPM-ന്റെ സ്റ്റാൾവാർട്സ് ആയിട്ടുള്ള CPM-ന്റെ പ്രമുഖരായിട്ടുള്ള 2 നേതാക്കന്മാരെന്നുണ്ടായിരുന്നു. അന്ന് EMS ഉണ്ടായിരുന്നു, അന്ന് VS ഉണ്ടായിരുന്നു. EMS-ന്റെയും VS-ന്റെയും സംഘടനാ പാഠവും
പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് CPM വന്ന് രാഘവനെ മറികടന്നത്. മനസ്സിലായി. ഗൗരിയമ്മയുടെ പ്രശ്നം ഉണ്ടാകുമ്പോഴും എനിക്കൊന്ന് EMS ഉണ്ടായിരുന്നു, എനിക്കറിയാം EMS ഉണ്ടായിരുന്നു, പക്ഷെ VS ഉണ്ടായിരുന്നു. അല്ല, EMS അത് പ്രശ്നം കടുത്ത് വന്നതിന് ശേഷം അതിനു മുമ്പ് EMS ഇല്ലായിരുന്നെങ്കിൽ പോലും VS ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഘവനെയും ഗൗരിയമ്മയുടെയൊക്കെ പ്രതിസന്ധി CPM മറികടന്നത്. പക്ഷെ ഇന്നത്തെ CPMന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ജീർണിച്ച, പൂത്ത് ചീഞ്ഞഴിഞ്ഞ് പുഴുവരിച്ച ഗോവിന്ദൻ മാസ്റ്ററുടെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഏറ്റവും കൂടുതൽ അധപ്പതിച്ച ഒരു CPM നേതൃത്വമാണ് ഇന്ന് ഉള്ളത്. ആ CPM നേതൃത്വത്തിന്റെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ജനവിരുദ്ധതയുടെയും പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ പ്രതിസന്ധിയെ നമ്മൾ കാണാൻ. ഇപ്പം നമ്മളിപ്പം കുഞ്ഞികൃഷ്ണന്റെ വിഷയം തന്നെ എടുക്കുക. കുഞ്ഞികൃഷ്ണൻ നമ്മളിന്നിപ്പോൾ ഈ അഭിമുഖം നടത്തുമ്പോൾ കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. എന്താണ് കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം? ഫണ്ട് വെട്ടിപ്പ്. കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം എന്ന് വെച്ചാൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ളത്. അതിനെ നമ്മൾ രാഘവന്റെ വിഷയമായിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം രാഘവന്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് CPMന് ഉന്നതരായിട്ടുള്ള ലെഫ്റ്റ് പ്രതിപക്ഷമായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ പ്രത്യശാസ്ത്രപരമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തത്. ഇന്നെന്ന് പറഞ്ഞാൽ പച്ചയായിട്ടുള്ള അഴിമതിയാണ്. കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എന്താണ്? അഴിമതി, കെടുകാര്യസ്ഥത, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഇതാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നം. കുഞ്ഞികൃഷ്ണൻ ഈ അഴിമതിയുടെ വിഷയം ഉയർത്തുമ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള പാർട്ടി അണികൾ മുഴുവൻ കുഞ്ഞികൃഷ്ണനോട് അണിനിരക്കുകയാണ്. കണ്ണൂരത്തെ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടി നേതൃത്വമാണ്. അതെ, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണന്റെ വിഷയത്തിൽ പാർട്ടിക്ക് ഒരിക്കലും ശക്തമായൊരു നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പാർട്ടിയാണ് അടുത്ത പാർട്ടി. അത് മാത്രമല്ല, കുഞ്ഞികൃഷ്ണൻ ആരെയാണോ എതിർത്തത് അയാളാണ് അവിടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. CPMന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രത്യേകത കൂടി അതിലുണ്ടല്ലോ. കുഞ്ഞികൃഷ്ണൻ എതിർത്തത് ടി.ഐ. മധുസൂദനൻ. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞികൃഷ്ണൻ അഴിമതി എതിർത്തു. ടി.ഐ. മധുസൂദന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ അവിടെ അഴിമതി നടന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിച്ചു. ആ വിഷയത്തിൽ അഴിമതിക്കാരനായിട്ടുള്ള ടി.ഐ. മധുസൂദനോടൊപ്പമാണ് അവിടുത്തെ പാർട്ടി നേതൃത്വം. അതെ. അപ്പം അഴിമതിയുടെ കൂടെ നിൽക്കുന്ന, അഴിമതിക്കാരനായിട്ടുള്ള ടി.ഐ. മധുസൂദനൊപ്പം നിൽക്കുന്ന പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടാണ് അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കുന്നത്. സ്വാഭാവികമായും പാർട്ടി പ്രതിരോധത്തിലാണ്. അതെ, അതെ. ഇനി നമ്മൾ തെക്കോട്ട് വന്നേ. ഇപ്പം അവിടെ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന, അഴിമതിക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടാണ് അഴിമതിക്കെതിരായി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ പോകുന്നത്. അത് അവിടുത്തെ പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കും. അത് ശരിക്കും പയ്യന്നൂരത്തെ പാർട്ടിയെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ആകെ പാർട്ടിയെ വലിയ തോതിൽ അത് ബാധിക്കാൻ. അത് കൂടാതെ തന്നെ അവിടെ വേറെ പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട്. ഇപ്പം തലശ്ശേരിയിൽ മത്സരിക്കുന്നത് കൊലക്കേസ് പ്രതി, തളിപ്പറമ്പിൽ മത്സരിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ. ഇതൊക്കെ ജനങ്ങളെയും അണികളെയും വല്ലാതെ അസംതൃപ്തരാക്കിയിട്ടുണ്ട്. അപ്പം കുഞ്ഞികൃഷ്ണന്റെ സമരം പയ്യന്നൂർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ആകെ പാർട്ടിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതാണ് കുഞ്ഞികൃഷ്ണൻ സമരം. അത് CPMനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? CPMനെ ബാധിക്കുന്നത് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞ പാർട്ടി കോട്ടയിൽ വലിയ വിള്ളലുണ്ടാകുന്നു എന്ന് മാത്രമല്ല, പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളുടെ വിജയസാധ്യതയെ പോലും കുഞ്ഞികൃഷ്ണന്റെ ഈ മത്സരം സ്വാധീനിക്കും. ഉദാഹരണത്തിന് നമ്മൾ പയ്യന്നൂർ എടുത്തു കഴിഞ്ഞാൽ പയ്യന്നൂർ 42,000 വോട്ടിനാണ് CPM അവിടെ ജയിച്ചത്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുന്ന വെള്ളൂർ എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ 3000 അംഗങ്ങളുണ്ട്. പക്ഷെ അവിടെ ജാഥ നടന്നപ്പോൾ 500 താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ പല ഉന്നതരായിട്ടുള്ള CPM നേതാക്കന്മാർ പോലും കുഞ്ഞികൃഷ്ണനോടൊപ്പമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കണ്ണൂരത്തെ പ്രശ്നം. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ, തെക്കൻ കേരളത്തിലെ പാർട്ടിയുടെ ഈറ്റിലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ പാർട്ടിയെ ഒരു 2-3 പതിറ്റാണ്ട് കൊണ്ടു നടന്ന പാർട്ടി നേതാവായിട്ടുള്ള ജി സുധാകരനാണ് ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ജി സുധാകരനെതിരെ കഴിഞ്ഞ ദിവസം അവിടെ പ്രകടനം നടന്നു. ആ പ്രകടനത്തിൽ പ്രസംഗിച്ച CPM നേതാക്കന്മാർ പോലും സുധാകരൻ സഖാവെന്നാണ് പറയുന്നത്. വർഗ വഞ്ചകൻ എന്ന് സുധാകരനെ വിളിക്കുമ്പോൾ
അതേ നേതാക്കന്മാർക്ക് തന്നെ സുധാകരനെ സഖാവെന്ന് ചേർത്തല്ലാതെ പറയാൻ പറ്റാത്ത നിലയിലുള്ള ഒരു വലിയ നേതൃത്വമായിരുന്നു സുധാകരൻ 2 പതിറ്റാണ്ട് കാലം. അപ്പൊ അവിടെയുമുള്ള പ്രശ്നം എന്താ? അവിടെയും അഴിമതി വിരുദ്ധനായിട്ടുള്ള സുധാകരനെ നേരിടുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സജി ചെറിയാനും ആരിഫും നാസറും പോലുള്ള മൂന്നാം കിട നേതാക്കന്മാരാണ്. അപ്പൊ പതിവിൽ നിന്നും വിരുദ്ധമായി CPM വലിയ തോതിലുള്ള പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ കണ്ണൂരിലും ആലപ്പുഴയിലും നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനവും പ്രസക്തമായിട്ടുള്ള കാര്യം. ഇത് CPM-ന്റെ മൊറാലിനെ, CPM-ന്റെ ആത്മധൈര്യത്തെ വല്ലാതെ ബാധിക്കും. ഇത് ബാധിച്ചിരിക്കുന്നു. മനസ്സിലായി? കണ്ണൂരിൽ വി ഉണ്ണികൃഷ്ണൻ ഉയർത്തിയ വിഷയം കണ്ണൂർ ജില്ലയിൽ ആകെ പടരുന്നു. ഇപ്പം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു MLA മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. UDF മുന്നേറ്റം ആലപ്പുഴയിൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു MLA ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കണ്ണൂർ അതല്ല. കണ്ണൂർ പതിറ്റാണ്ടുകളായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്നൂര്, തളിപ്പറമ്പ്, തലശ്ശേരി, മട്ടന്നൂര് മുതലായി പതിറ്റാണ്ടുകളായി CPM ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിലെ ജയസാധ്യത പോലും ഇപ്പം ചോദ്യം ചെയ്യപ്പെടുകയാണ്. മനസ്സിലായി? ആലപ്പുഴയിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട, സുധാകരന്റെ ഈ പുറത്തേക്ക് പോക്ക് ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ബാധിക്കുന്നത് ഉറപ്പാണ്. കാരണം ആലപ്പുഴ CPM-നകത്ത് അല്ലെങ്കിൽ തന്നെ ഈ CPM-ന്റെ അവിടുത്തെ നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ അമർഷം അവിടുത്തെ അണികളിൽ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. ഈ സജി ചെറിയാനെതിരെയും ഈ ആരിഫിനെതിരെയും ഈ നാസറിനെതിരെയും ഒക്കെ വലിയ തോതിൽ അടിത്തട്ടിൽ അസംതൃപ്തി തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഴിമതി വിരുദ്ധനും ആലപ്പുഴയിൽ പാർട്ടി കെട്ടിപ്പടുത്ത ആളുമായിട്ടുള്ള സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സ്വാഭാവികമായും ആ അസംതൃപ്തി മുഴുവൻ സുധാകരനോടൊപ്പം കൂടും. അവിടെ സുധാകരന് പിന്തുണ UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് മറ്റൊരു ഭീഷണിയാണോ? അത് ഏറ്റവും പയ്യന്നൂരിലും ചിലപ്പോൾ കുഞ്ഞികൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിനെതിരായിട്ട് കേരളത്തിൽ ഒട്ടാകെ വലിയ തോതിലുള്ള അമർഷവും രോഷവും പ്രതിഷേധവും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് CPM-ന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള വടക്കൻ കേരളത്തിലെ കണ്ണൂരും തെക്കൻ കേരളത്തിലെ ആലപ്പുഴയിലും ഈ പ്രതിസന്ധി ഉണ്ടായി. അപ്പം അതുകൊണ്ട് CPM-ന് കരകയറാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് അവർ ഇപ്പൊ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ 2 ബഹിർസ്ഫുരണങ്ങളാണ് കണ്ണൂരും ആലപ്പുഴയിലും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ സുധാകരൻ്റെയും വി കുഞ്ഞികൃഷ്ണൻ്റെയും സ്ഥാനാർത്ഥിത്വം ഒരു ചെറിയ കാര്യമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇവർക്ക് 2 പേർക്കും വിജയസാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അണികൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷയും ഇത് നൽകുകയാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രചാരണം ചൂടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ എന്താണ് ഈ സംഭവിക്കുക എന്നുള്ളത് അറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും.